എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 750 ഗ്രാം ചിക്കനാണ്. കുറച്ച് എല്ലുള്ള പീസൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് കാശ്മീരി മുളക് പൊടിയാണ് ഏറ്റവും നല്ലത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരി, 2 ടേബിൾ സ്പൂൺ തൈര്, 1/4 ടീസ്പൂൺ കസൂരി മേത്തി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അടച്ച് വെച്ച് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഓവർനൈറ്റൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഫ്രിഡ്ജിലോട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പാനിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് 2 മീഡിയം സൈസുള്ള സവോള അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു 3 മിനിറ്റൊക്കെ വേണ്ടി വരും. അതിനുശേഷം ഇതിലോട്ടൊരു 3 തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. അത് ചേർത്തൊന്ന് അടച്ചു വെക്കുക. 2 മിനിറ്റ് അടച്ചു വെച്ചത് കുക്ക് ചെയ്തെടുക്കുക. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കൂടിപ്പോകരുത്. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കണം. പശുവിൻ പാലാണ്. പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. 1 കപ്പോളം പാൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചത് നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുക്കുമ്പം തക്കാളിയുടെ കുരുവും അതുപോലത്തെ തൊലിയൊക്കെ ഒന്ന് മാറിക്കിട്ടും. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അരിക്കാനും നന്നായിരിക്കും. ഇനി ഈ പാനിനകത്തോട്ട് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം ഇതിലോട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ വേണ്ടി വരും. അതിനുശേഷം ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല കളറുണ്ട്. കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചാൽ നല്ല കളറുണ്ടാവും, എരിവും ഉണ്ടാവില്ല. അതിനുശേഷം ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നേ. പിന്നെ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് സമയം കിട്ടി തിളപ്പിക്കേണ്ട. തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. ഒന്ന് ചൂടാക്കിയതിന് ശേഷം കയ്യിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമല്ല ഇത് ചെയ്യാനായിട്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലേ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.